ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന,
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം. അങ്ങനെ അവൻ പടകിലിരുന്നു, പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിൻ്റെ വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അവൻ പടകിലിരുന്നു. ക്രിസ്തു ശീമോൻ്റെ പടകിലിരുന്നു. ഗലീല കടൽപ്പുറത്ത് നടന്നു വന്ന ക്രിസ്തു മുക്കുവത്തൊഴിലാളിയായ പാവപ്പെട്ട ശീമോൻ്റെ പടകിൽ കയറിയിരുന്നു. അവൻ പടകിലിരുന്നു, പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ക്രിസ്തു പടകിലിരുന്നു. നമ്മുടെ ജീവിത പടകിൽ ക്രിസ്തു കടന്നു വന്നിരുന്നാൽ ജീവിതം അനുഗ്രഹമായി. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു എഴുന്നള്ളി ഇരുന്നാൽ ജീവിതം ശോഭനമായി. നിരാശ മുറ്റിയ ജീവിതത്തിൽ യേശുക്രിസ്തു കടന്നു വന്നിരിക്കുമ്പോൾ ആ ജീവിതം പ്രത്യാശാഭരിതമായി മാറുന്നു. ദുഃഖവും നെടുവീർപ്പും ആകുലവും ആവലാധിയും വേദനയും യാതനയുമായി വലയുന്ന ഹൃദയത്തിൽ യേശുക്രിസ്തു എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രശോഭിതമാകുന്നു, പ്രസന്നമാകുന്നു, സന്തോഷഭരിതമായി തീരുന്നു, സമാധാന സംഭൃതമായി തീരുന്നു. അവൻ പടകിലിരുന്നു. കർത്താവേ, ഇന്ന് അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് അവിടുന്ന് മനസ്സലിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കണമേ. എന്നിൽ വാഴണമേ, എന്നെ ഭരിക്കണമേ, എന്നെ നിയന്ത്രിക്കണമേ, എന്നെ നടത്തണമേ, എൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണമേ. നാഥ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ പടകിലിരുന്നു. ഒരു യൗവനക്കാരൻ വളരെ ക്ഷീണിതനായി നടന്നു പോവുകയായിരുന്നു. അവൻ വളരെ നിരാശനായിരുന്നു. അവൻ്റെ അപ്പൻ അവനെ വളരെ ശാസിച്ചു, പോരാ ശകാരിച്ചു. അതും പോരാ, അപ്പൻ അവനെ ശപിച്ചു. ഈ ബാല്യക്കാരൻ തീർത്തും അവശനായിപ്പോയി. അപ്പൻ്റെ മുഖത്തു നിന്ന് ഒരിക്കലും നല്ല വാക്ക് കിട്ടിയിട്ടില്ല. അന്ന് കിട്ടിയത് നല്ല വാക്കല്ലെന്ന് മാത്രമല്ല, ശാപവചസ്സുകളാണ്, ശാപവാക്കുകളാണ്, ശപിക്കുന്ന വാക്കുകൾ, പ്രാകുന്ന വാക്കുകൾ. അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. പാവം, അവൻ വീട് വിട്ടിറങ്ങി. അവൻ ദുഃഖിച്ചുകൊണ്ടാണ് പോകുന്നത്. അവൻ വളരെ വേദനിച്ചുകൊണ്ടാണ് പോകുന്നത്. അവൻ്റെ ഉള്ളു നീറി പുകഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ദേവാലയത്തിൻ്റെ പരിസരത്തൂടെ പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പടവുകളിൽ, ദേവാലയത്തിലേക്ക് കയറി ചെല്ലുന്ന പടിക്കെട്ടിൽ ഒരിടത്ത് ഒരു വൃദ്ധനായ താപസൻ, പോരാ ഒരു പാവപ്പെട്ട മനുഷ്യനിരിക്കുന്നു. യൗവനക്കാരൻ ആ വൃദ്ധനായ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നു, പറഞ്ഞു, എന്നോടൊന്ന് മനസ്സലിയണം, ഞാൻ ഈ കൈയൊന്ന് പിടിച്ചു കൊള്ളട്ടെ. ആ കയ്യിൽ പിടിച്ചു, വൃദ്ധൻ്റെ കയ്യിൽ പിടിച്ചു. ആ യൗവനക്കാരൻ സ്വന്തം ശിരസിൽ വെച്ചു. പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ പ്രാഗി, എൻ്റെ അപ്പൻ എന്നെ ശപിച്ചു. അങ്ങ് എന്നെ ഒന്ന് ആശീർവദിക്കൂ, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ, എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ്. ആ വൃദ്ധനായ മനുഷ്യൻ ഈ യൗവനക്കാരൻ്റെ ശിരസിൽ കരം വെച്ചിട്ട് പറഞ്ഞു, ബൊനവെന്തുരേ. ഇറ്റാലിയൻ പദമാണ്. ബൊനവെന്തുരേ, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചു. ആ യൗവനക്കാരൻ പിന്നീട് വളർന്നു, നല്ലത് വന്നു. അവനാണ് അസീസിയിലെ ഫ്രാൻസിസ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വ്രണിത ഹൃദയവുമായി നീങ്ങിയവൻ, മുറിഞ്ഞ മനസ്സുമായി പോയവൻ, ദുഃഖതപ്തമായ ഹൃദയത്തോടെ നെടുവീർപ്പോടെ മ്ലാനവദനായി നീങ്ങിയവൻ, അവൻ അനുഗ്രഹത്തിൻ്റെ വാക്ക് കേട്ടു. അവൻ മുന്നോട്ട് നടന്നു. പ്രിയപ്പെട്ടവരെ, ഏതാനും നാൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരപ്പൻ ഒരു രോഗിയായ കുഞ്ഞിനെ ഈ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എൻ്റെ കുഞ്ഞ് രോഗിയാണ്, ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇവൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് അനുഗ്രഹിക്കണം. ഈ അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞു, ബൊനവെന്തുരേ. ആ കുഞ്ഞിൻ്റെ ശിരസിൽ അസീസിയിലെ ഫ്രാൻസിസ് കൈവച്ചു. ബൊനവെന്തുരേ. രോഗം മാറി. നല്ലത് വരട്ടെ എന്നാണ് പറഞ്ഞത്.
രോഗം മാറി. ആ കുഞ്ഞ് പിൽക്കാലത്ത് സെൻറ്റ് ബൊനവെഞ്ചുവർ എന്നറിയപ്പെടുന്ന ഒരു സുപ്രസിദ്ധ സിദ്ധനായി മാറി, ഒരു താപസ ശ്രേഷ്ഠനായി മാറി. സെൻറ്റ് ബൊനവെഞ്ചുവർ എന്ന് പറയുന്ന പരിശുദ്ധൻ്റെ അരികിൽ വരുന്നവരെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടുപോയി. വരുന്നവരെയെല്ലാം അദ്ദേഹവും അനുഗ്രഹിച്ചു. ആരെല്ലാം വന്നാലും അനുഗ്രഹിച്ചു. ബൊനവെന്തുരെ. നിങ്ങൾ ഈ വാക്കൊന്നും ഓർക്കണമെന്നില്ല. ഒരു വലിയ സത്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ അടുത്ത് വരുന്നവരെയെല്ലാം അനുഗ്രഹിച്ചുകൊള്ളൂ. നമ്മെ എതിർക്കുന്നവരെ അനുഗ്രഹിച്ചുകൊള്ളൂ. നമ്മോട് പരിഭവമായിരിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊള്ളൂ. നമ്മെ വെറുക്കുന്നവരെ അനുഗ്രഹിച്ചുകൊള്ളൂ. നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊള്ളൂ. നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരെ അനുഗ്രഹിച്ചുകൊള്ളൂ. നമ്മെക്കുറിച്ച് കിംവദന്തികൾ പറഞ്ഞ് പരത്തുന്നവരെ അനുഗ്രഹിച്ചുകൊള്ളൂ. ബൊനവെന്തുരെ. സ്നേഹിതരെ, യേശുക്രിസ്തു കടന്നു വന്നു, അനുഗ്രഹിച്ചു. യേശു എന്നും അനുഗ്രഹമാണ്. യേശു എന്നും അനുഗ്രഹിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് നിത്യനായ ദൈവം അരുളി ചെയ്തു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹമാക്കി. പ്രിയപ്പെട്ടവരെ, നീ ഒരു അനുഗ്രഹമാണ് എന്നാണ് പറഞ്ഞത്. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നീ തന്നെ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാം തലമുറയ്ക്ക് അനുഗ്രഹം പകരുന്ന അനുഗ്രഹത്തിൻ്റെ കേദാരഭൂവായി മാറി. സഹോദരങ്ങളെ, അനുഗ്രഹത്തിൻ്റെ വിളനിലമായി മാറി. തലമുറകൾ അനുഗ്രഹത്തിൻ്റെ പ്രകമ്പനം ഉൾക്കൊണ്ടുകൊണ്ട് തലമുറകളിലേക്ക് പകരുന്ന വൈജ്ഞാനിക സമ്പത്തിൻ്റെ ശ്രേഷ്ഠമായ കുലകൂടസ്ഥന്മാരായി മാറി. എങ്ങനെ? അബ്രഹാം അനേകരെ അനുഗ്രഹിക്കുന്നതിനായി മാറി. ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാം ലഭിച്ചു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹമാക്കി തീർത്തു. യേശുക്രിസ്തു പടകിലിരുന്നു. യേശു വന്നിരുന്നാൽ അനുഗ്രഹമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഉടയവനെ വേണമോ? അനുഗ്രഹത്തിൻ്റെ പാത്രമാകണമോ? അനുഗ്രഹിക്കുന്നവനെ നിങ്ങൾക്ക് ലഭിക്കണമോ? ജീവിതമാകെ നിരാശമുറ്റി, ജീവിതമാകെ വരണ്ടുണങ്ങി, ജീവിതമാകെ ഊഷരഭൂമി പോലെ ഉണങ്ങി വരണ്ട്, ജീവിതം തളർന്ന് അവശമായി വിവശമായി വലഞ്ഞ് ജീവിതമാകെ വിരസമായിരിക്കുന്നവർ, ഈ യേശുവിനെ നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങളൊരു അനുഗ്രഹമായി തീരും. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. തലമുറകൾക്ക് പകരുന്ന അനുഗ്രഹമായി നിങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു കൊച്ചുകുട്ടി, അവൻ്റെ കൂട്ടുകാരനോട് ഭയങ്കര ദേഷ്യം, നല്ല ഇഷ്ടക്കുറവ്. നിസാർ പിള്ളേർക്ക് ഇഷ്ടക്കുറവ് ഒരു വലിയ കാര്യം വേണ്ടല്ലോ. അവന് നല്ല വഴക്ക്. അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. അവന് ദേഷ്യം സഹിക്കവയ്യാതെ അവനെ ഓടി. ചിലരെങ്ങനെയല്ലേ, ദേഷ്യം വരുമ്പോൾ തന്നെത്താൻ മറക്കും, ദേഹം വിറയ്ക്കും, ചുണ്ട് വിറയ്ക്കും, പല്ലിറുമ്പും, പല്ല് ഞെരിക്കും, ചിലപ്പോൾ കണ്ണ് ചുമക്കും, മുഖം വിയർക്കും, അല്ലേ? അവൻ കോപം ജ്വലിച്ചൊരു മലയുടെ മുകളിലേക്ക് കയറി, ഒരു കുന്നിൻ്റെ മുകളിൽ. അവൻ പറഞ്ഞു, മുടിഞ്ഞു പോകട്ടെ. ഉച്ചത്തിലാണ് പറഞ്ഞത്, മുടിഞ്ഞു പോകട്ടെ. മറ്റവനോടുള്ള ദേഷ്യമാണ്. അല്പം കഴിഞ്ഞില്ല, പെട്ടെന്ന് കേൾക്കാം ഒരു ശബ്ദം, മുടിഞ്ഞു പോകട്ടെ. എങ്ങനെയാണ് ശബ്ദം വന്നത്? അങ്ങ് കുന്നിൻ്റെ മുകളിൽ കയറി അവൻ പറഞ്ഞത് മാറ്റൊലി കൊണ്ടു തിരിച്ചു വന്നു. പ്രതിധ്വനി, മാറ്റൊലി അവൻ്റെ കാതിൽ വന്ന് അടിച്ചത് മുടിഞ്ഞു പോകട്ടെ എന്നാണ്. അവൻ ഞെട്ടിപ്പോയി. ആരാ എന്നെ ഇങ്ങനെ മുടിഞ്ഞു പോകട്ടെ എന്ന് പറയുന്നത്? അവൻ വീണ്ടും പറഞ്ഞു, നന്നായി വരട്ടെ. ഉടനെ കേൾക്കാം, നന്നായി വരട്ടെ. പ്രിയപ്പെട്ടവരെ, നാം അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടും. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് അനുഗ്രഹം കൊടുത്തുകൊള്ളൂ, അനുഗ്രഹം തിരികെ കിട്ടും. അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊള്ളൂ, സ്നേഹം തിരികെ കിട്ടും. ദൈവജനമേ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കൂ. ഇന്ന് പല കുടുംബങ്ങളിലും സ്നേഹത്തിന് പട്ടിണിയാണ്. ആഹാരത്തിന് പട്ടിണിയില്ല. ദൈവത്തിന് സ്തോത്രം. പൈസയ്ക്ക് പട്ടിണിയില്ല. നല്ല പലഹാരത്തിന് പട്ടിണിയില്ല. വിരുന്നുകൾക്ക് പട്ടിണിയില്ല. പക്ഷേ സ്നേഹത്തിന് പട്ടിണിയാണ്. സ്നേഹത്തിന് ക്ഷാമം.
സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, പരസ്പര വിശ്വാസമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ, ചേർച്ചയും ചാർച്ചയുമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ, തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ, ശിഥിലമായ ബന്ധങ്ങൾ തകർന്നുപോയി, അയഞ്ഞുപോയി, സ്നേഹം അയഞ്ഞുപോയി. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹം വറ്റിപ്പോയി. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹവും ദൃഢമായ പ്രേമവായ്പും അത് വറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളതായ സ്നേഹം എന്നേ മാഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്നേഹം മാത്രം പറയുവാനും പ്രവർത്തിക്കുവാനും യേശുക്രിസ്തു പഠിപ്പിച്ച ക്രൈസ്തവ ജനത ഇന്ന് സ്നേഹം വറ്റി വരണ്ട് ഇന്ന് സ്നേഹത്തിൻ്റെ ഊഷരഭൂമിയായി മാറിക്കഴിഞ്ഞു. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സഭയെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സമൂലമായി സ്നേഹത്തിൻ്റെ അത്യത്ഭുതകരമായ സന്തോഷ സദ്വാർത്ത അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവം പ്രത്യേകം കരുതിയവരുമായ ജനതതി ഇന്ന് സ്നേഹശൂന്യമായ വരൾച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, സ്നേഹം കൊടുക്കൂ. സ്നേഹത്തിന് ഇന്ന് പട്ടിണിയാണ്. അങ്ങോട്ട് അനുഗ്രഹം കൊടുക്കൂ. യേശു എവിടെ ചെന്നോ അവിടെ അനുഗ്രഹമാണ്. ബേഥാനിയിൽ ചെന്നു, അവിടെ അനുഗ്രഹമാണ്. കഫർനഹൂമിൽ ചെന്നു, അവിടെ അനുഗ്രഹമാണ്. ബേത്സയിദയിൽ ചെന്നു, അവിടെ അനുഗ്രഹമാണ്. യേശു എറിഹോവിൽ ചെന്നു, അവിടെ അനുഗ്രഹമാണ്. യേശു കാനാവിൽ ചെന്നു, അവിടെ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ചെന്നിടത്തെല്ലാം അനുഗ്രഹം. യേശു ശീമോൻ്റെ പടകിൽ കയറിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്ന ക്രിസ്തുവിനോടൊരു വാക്ക് പറയണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹം പകരാനല്ലേ നീ ശാപഗ്രസ്തനെ പോലെ കുരിശിൽ മരിച്ചത്? എന്നെ അനുഗ്രഹിക്കാനല്ലേ കർത്താവേ നീ ശാപം ഏറ്റുവാങ്ങി നീ കുരിശിൽ മരിച്ചത്? ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്രൻ കർത്താവേ എൻ്റെ ശാപം ഏറ്റുവാങ്ങി, എൻ്റെ പാപം ഏറ്റുവാങ്ങി, എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി, ഞാൻ നേരിടേണ്ടതായ ശാപങ്ങളെയും ശിക്ഷകളെയും എന്നിൽ നിന്ന് ഒഴിവാക്കാൻ അവിടുന്ന് ശാപഗ്രസ്തനെ പോലെ കുരിശിൽ മരിച്ചു. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇന്നെത്രയോ കുടുംബങ്ങൾ ശാപത്തിലാണ്, എത്രയോ ഹൃദയങ്ങൾ ശാപത്തിലാണ്, എത്രയോ ജീവിതങ്ങൾ ശാപത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ B.Ed ക്ലാസ്സിൽ പഠിപ്പിച്ച അന്ന് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടുണ്ട്. അദ്ദേഹം വളരെ ശ്രദ്ധേയമായൊരു വാക്യം പറയുകയുണ്ടായി. ജനനം എന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ജീവിതമെന്ന 3 അക്ഷരമല്ല ജീവിതം. ജനനമെന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ജീവിതമെന്ന 3 അക്ഷരമല്ല ജീവിതം. ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിതം നല്ലപോലെ ജീവിക്കാനുള്ളതാണ്. ധന്യനായ ഗുരുനാഥൻ അന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ചിലപ്പോൾ മാറ്റിക്കൊള്ളാറുണ്ട്. ഈ ജീവിതം നന്നായി ജീവിക്കാനാണ്, അനേകർക്ക് അനുഗ്രഹമായി ജീവിക്കാനാണ്. നമ്മുടെ സ്വന്തം കുടുംബത്തിന് മാത്രമല്ല പ്രിയരെ, വേണം, കുടുംബത്തിനും വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മെ വെറുക്കുന്നവർക്കും അനുഗ്രഹമായി മാറുന്നതാണ് കർത്താവ് പ്രസാദിക്കുന്ന സമാധാനത്തിൻ്റെ ജീവിതം. അതാണ് അനുഗ്രഹത്തിൻ്റെ ജീവിതം. ജീവിതം ജീവിക്കാനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കോളേജിൽ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറുമാരില്ലാത്ത ക്ലാസ്സിൽ ചെല്ലും. പഠിപ്പിക്കാൻ സാറ് വരാത്ത ക്ലാസ്സിൽ ചെല്ലും. പിള്ളേരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ജീവിതം കളയാനുള്ളതല്ല. കളയരുത്. കഞ്ചാവിന് കളയരുത്, മദ്യത്തിന് കളയരുത്, ചീത്ത കൂട്ടുകെട്ടിന് കളയരുത്. നിങ്ങൾ വെറുതെ സുബോധമില്ലാത്തവരെ പോലെ ജീവിതം കളഞ്ഞു കുളിക്കരുത്. മക്കളെ, നിങ്ങളുടെ ജീവിതം ജീവിക്കാനുള്ളതാണ്, നല്ലപോലെ ജീവിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ മാത്രമല്ല, അനുഗ്രഹം പകരാനുള്ളതാണ്. അനുഗ്രഹിക്കണം. യേശു ശീമോൻ്റെ പടകിൽ കയറിയിരുന്നു. എൻ്റെ കർത്താവേ, ഇന്ന്
ഇതുവരെയും ശാപം മാത്രം നേടിയ എൻ്റെ ജീവിതത്തിൽ നാഥ ഇന്ന് അനുഗ്രഹമായി നീ എഴുന്നള്ളി വരണമേ. എൻ്റെ ചെയ്തികൾ കൊണ്ട് ഞാൻ ശാപം വാങ്ങി, എൻ്റെ പെരുമാറ്റം കൊണ്ട് ഞാൻ ശാപം വാങ്ങി, എൻ്റെ മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് കൊണ്ട് ഞാൻ ശാപഗ്രസ്തനായി തീർന്നു. എൻ്റെ അപ്പനോട് ഞാൻ ധിക്കാരമായി സംസാരിച്ചത് മൂലം ഞാൻ ശാപഗ്രസ്തനായിപ്പോയി. എൻ്റെ അമ്മയെ ഉള്ള നൊമ്പരപ്പെടുത്തിയതുകൊണ്ട് ഞാൻ ശാപഗ്രസ്തനായിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരം പാപത്തിനും വെറുമയ്ക്കും വൃത്തികേടിനും അശുദ്ധിക്കും മ്ലേച്ഛതയ്ക്കും മാലിന്യത്തിനും വിട്ടുകൊടുത്തതുകൊണ്ട് ഞാൻ ശാപഗ്രസ്തനായിപ്പോയി. എൻ്റെ ശരീരത്തിൽ മദ്യം പകർന്നതുകൊണ്ട് ഞാൻ ശാപഗ്രസ്തനായിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ഓരോ അവയവങ്ങൾ മൂലവും തിന്മയ്ക്ക് ഞാൻ ഇടം കൊടുക്കുകയും പൈശാചികനെ ഞാൻ ക്ഷണിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ശാപഗ്രസ്തനായിപ്പോയി. കർത്താവേ, ശാപം എൻ്റെ മേൽ വന്നുകൂടിയ ശാപം, തലമുറകളിൽ നിന്ന് പകർന്നും ഞാൻ നേടിയെടുത്തും എൻ്റെ മേൽ വന്നുകൂടിയ ശാപം അത് അടുത്ത തലമുറയിലേക്ക് പകരാതെ ഇന്ന് നാഥ ക്രൂസിലെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ശാപത്തെ നീ മുറിച്ചു മാറ്റണമേ. എൻ്റെ മേലുള്ള കെടുതികളെ നീ മുറിച്ചു മാറ്റണമേ. എൻ്റെ ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ശാപം പകരാതെ ഇന്ന് നാഥ നീ എൻ്റെ മേലുള്ള ശാപത്തെ മുറിച്ചു മാറ്റണമേ. എൻ്റെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ഈ ശാപം പങ്കുവരാത്ത വിധം ഇന്ന് എൻ്റെ ഈ ആയുഷ്കാലത്ത് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര എൻ്റെ നെറ്റിയിൽ തന്ന് യേശുവിൻ്റെ തിരുരക്തത്താൽ നീ എന്നെ കഴുകി, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ ആത്മാവിൻ്റെ ശക്തി ധരിപ്പിച്ച് നാഥ നീ എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എൻ്റെ കുടുംബത്തിൽ നാളുകളായി തുടർന്ന് വരുന്ന ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. കേടുകളേറെയുണ്ടല്ലോ കർത്താവേ, കെടുതികളേറെയുണ്ടല്ലോ, മാറാ രോഗങ്ങൾ വരുന്നല്ലോ, അനേകം അത്യാഹിതങ്ങൾ വരുന്നല്ലോ, അനേകം ബന്ധനങ്ങളിൽ എൻ്റെ കുടുംബം വലയുന്നല്ലോ, സമാധാനമില്ലാതെ അഴലുന്നല്ലോ, മന്ത്രവാദവും ആഭിചാരവും ക്ഷുദ്രപ്രയോഗവുമായി എൻ്റെ കാരണവന്മാർ ചെയ്തു വെച്ച വിനകൾ കൊണ്ട് എൻ്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നല്ലോ. എൻ്റെ മക്കൾ ബുദ്ധികേടായി പോകുന്നല്ലോ, അവർ മന്ദബുദ്ധികളായി പോകുന്നല്ലോ. എൻ്റെ മേൽ നിന്റെ അനുഗ്രഹം പകരണമേ. ശാപം മാറ്റാൻ കുരിശിൽ മരിച്ച രക്ഷക നിന്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപ ഇന്ന് എൻ്റെ മേൽ ഇറങ്ങുകയും എന്നെ വിശുദ്ധീകരിക്കുകയും എൻ്റെ മേൽ നിന്റെ ശക്തി പകരുകയും ചെയ്യണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ശീമോൻ്റെ പടകിൽ യേശു ഇരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പടകിൽ വരാൻ യേശു ഇങ്ങ് നോക്കി നിൽക്കുകയാണ്. അവൻ ഗലീലക്കടൽപ്പുറത്ത് വന്നിട്ടുണ്ട്. ശീമോനോ യേശുവിനെ കാണുന്നില്ല. കാരണം അവൻ വളരെ മ്ലാനനാണ്, അവൻ വളരെ ദുഃഖിതനാണ്, അവൻ വളരെ ക്ഷീണിതനാണ്, താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ്. ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല. ഇന്ന് എന്ത് പറഞ്ഞ് വീട്ടിൽ ചെല്ലും? അടുപ്പത്ത് അരിയിടാനുള്ള വെള്ളം തിളപ്പിച്ച് എൻ്റെ ഭാര്യ ഇരിക്കും. എന്നാൽ ഞാൻ ചെല്ലുമ്പോൾ, വെറും കൈയായിട്ട് ചെല്ലുമ്പോൾ എന്തു പറയും ഞാൻ? അവൾ എന്തു പറയും? എന്തു ചെയ്യും? ഇന്ന് അത്താഴ പട്ടിണിയാണല്ലോ. എൻ്റെ ദൈവമേ, എന്തു വേണ്ടു? ശീമോന് ഭാവി നിരാശാപൂരിതമാണ്, ഭാവി ഇരുളടഞ്ഞതാണ്. ഭാവിയെ നോക്കി നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ഭാവിയെ നോക്കി തളർന്നവർ, ഭാവിയെ നോക്കി വലഞ്ഞിരിക്കുന്നവർ, നാളെയിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നവർ, എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ, എനിക്കിനൊരു ഭാവിയുണ്ടോ, എനിക്കിനൊരു കരയേറ്റമുണ്ടോ, എനിക്കിനൊരു എഴുന്നേൽപ്പുണ്ടോ, എനിക്കൊരു നല്ല കാലം കിട്ടുമോ, എനിക്കൊരു സമാധാനം കിട്ടുമോ, എനിക്കൊരു നല്ല കാലം ശുഭഭാവി കിട്ടുമോ? നിരാശപ്പെട്ട് വലഞ്ഞിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ പടയിലേക്ക് വരുവാൻ തന്നെ കാത്തുകൊണ്ടിതാ യേശു കരയിൽ നിൽക്കുന്നുണ്ട്. യേശു കരയിൽ നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ യേശു നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുവാൻ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറുവാൻ, ആശ്വാസവും അനുഗ്രഹവുമായി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വിരചിക്കുവാൻ എൻ്റെ നാഥനിത നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. വിശ്വസിപ്പീൻ, അനുഗ്രഹത്തിൻ്റെ ദാതാവിത നിങ്ങളെ തേടി വന്ന് നിൽക്കുന്നു. ശാപങ്ങൾ മാറ്റുന്നവനിതാ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. അവൻ വന്ന് ഈ പടകിലൊന്ന് ചവിട്ടിയാൽ മതി, ഈ പടക് പരിശുദ്ധമാകും. എൻ്റെ ദൈവമേ, നിങ്ങളുടെ പാവങ്ങളെ ഓർത്ത് ആരും നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ കേടുകളെ ഓർത്ത് ആരും തളരണ്ട. ഇതെല്ലാം സംഭവിച്ചു പോയില്ല കർത്താവേ. അയ്യോ, ഞാൻ അരുതാത്ത വിധത്തിൽ എന്തെല്ലാമാണ് പറഞ്ഞു പോയത് കർത്താവേ. ഞാൻ എന്തോ ഒരു കോപിച്ചു കർത്താവേ. അയ്യോ, വേണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കറിയാം. പക്ഷേ വന്നു പോയല്ലോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. പലരുടെയും ഉള്ളം നീറുന്നുണ്ട്, പലരുടെയും ഉള്ളം വളരെ കുണ്ഠിതത്തിലാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവ പൈതൽ എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ കുണ്ഠിതമുണ്ട്, ഒരു കുണ്ഠിതമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറഞ്ഞു, കുണ്ഠിതം മാറ്റാൻ ഒരാളുണ്ട്, അത് കർത്താവായ യേശുവാണ്.
എല്ലാ കുണ്ഠിതവും മാറ്റും, എല്ലാ ഭാരവും മാറ്റും, എല്ലാ വേദനയും മാറ്റും, എല്ലാ മ്ലാനതയും മാറ്റും, എല്ലാ ദുരിതവും മാറ്റും, എല്ലാ ക്ഷീണവും മാറ്റും, എല്ലാ തളർച്ചയും മാറ്റും. ദൈവജനമേ, അവൻ വന്ന് പടകിലിരുന്നു. മാത്രമല്ല, നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ പുരുഷാരത്തെ ഉപദേശിച്ചു. ഒരു വലിയ പുരുഷാരം കരയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഗലീല കടൽപ്പുറത്ത് കുറേ ആളുകളുണ്ട്. പല ലക്ഷ്യത്തോടെ വന്നവരാണ്. മീൻ വാങ്ങാൻ വന്നവരുണ്ട്. പടയിൽ നിന്ന് മീൻ കൊണ്ടുവരുമ്പോൾ അത് വാങ്ങാൻ വന്നവരുണ്ട്. ഗലീല കടൽപ്പുറത്ത് കൂടി നടന്നു പോകുന്ന യാത്രക്കാരുണ്ട്. പലരും ഇവിടെ കടൽപ്പുറത്തുണ്ട്. നടന്നു പോകുന്ന ജനത്തോട് യേശു ശീമോൻ്റെ പടകിലിരുന്ന് സംസാരിച്ചു. എന്തൊരത്ഭുതം! ഈ പാവപ്പെട്ട നിരാശ പുരണ്ട മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് വലിയവ ചെയ്യുവാൻ യേശു ഇതാ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. ആ പടകിൽ കയറിയിരുന്നു കൊണ്ട് കരയിലുള്ള പുരുഷാരത്തോട് സംസാരിച്ച രക്ഷകൻ ഇന്ന് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഊന്നി നിന്നുകൊണ്ട്, നിങ്ങളുടെ ശിരസിൽ ചവിട്ടി നിന്നുകൊണ്ട്, നിങ്ങളുടെ ആളത്വത്തിൽ വിരലൂന്നി നിന്നുകൊണ്ട് അവൻ ജനത്തോട് സംസാരിപ്പാൻ പോവുകയാണ്. അവനെ നിങ്ങൾ എതിരേൽക്കുവീൻ, അവനെ നിങ്ങൾ സ്നേഹത്തോടെ ക്ഷണിപ്പീൻ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവനെ വിളിപ്പീൻ, അവനായി നിങ്ങളുടെ ജീവിതം തുറന്നു കൊടുക്കുവീൻ, അവനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. ഉടയവനെ, ഇത്രയും കാലം വ്യർത്ഥമായ ജീവിതമായിരുന്നു, ഇത്രയും കാലം പ്രയോജനരഹിതമായ ജീവിതമായിരുന്നു, ഇത്രയും കാലം ശപിക്കപ്പെട്ട ജീവിതമായിരുന്നു കർത്താവേ. എന്നാൽ ഇന്നിതാ എൻ്റെ ജീവിതം ഞാൻ കുരിശിൻ ചുവട്ടിൽ അടിയറ വയ്ക്കുന്നു. എനിക്ക് വേണ്ടി ഒരുക്കിയ തിരുരക്തത്തിൽ, എനിക്ക് വേണ്ടി ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്തിൽ ഞാനിതാ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നെ കഴുകണമേ, എന്നെ വിടുവിക്കണമേ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ, എന്നോട് മനസ്സലിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അൻപുള്ള പൊന്നേശുവേ, ജീവനുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അവിടുന്ന് കനിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ കയറി വരാൻ തിരുമനസ്സായതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, പിതാവേ, സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, നീ അജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഉള്ളതിനില്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തത് തിരഞ്ഞെടുത്തു. ഒരു ജഡവും ദൈവത്തിന് പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ എന്നെ തിരഞ്ഞെടുത്ത സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ, അനേകരെ വിളിച്ച് വേർതിരിക്കണമേ, ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ, സമാധാനം പ്രദാനം ചെയ്യണമേ, രോഗസൗഖ്യം അയക്കണമേ, ശാന്തി പകരണമേ, എല്ലാവരെയും നന്മയാൽ നിറയ്ക്കണമേ. അവിടുത്തെ കൃപയുടെ നിറവിൽ ആമോദത്തോടെ, ആനന്ദത്തോടെ, ആഘോഷത്തോടെ, ആരവാരത്തോടെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ നൽവരം പകരണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ.